പത്രമായ പത്രത്തിലല്ല ഇത് ന്യൂസാ സാറേ. ഈ ലൂക്ക എന്ന് പറഞ്ഞാൽ ഇത്ര ഫേമസ് ആണെന്ന് ഇപ്പോഴും അറിയില്ല സാറേ. ആ JP ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ലൂക്കയുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. ചേട്ടാ, ആ സുധീഷിനെ വിളിച്ചിട്ട് താക്കോലും ഫയലൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. പിന്നെ ആ ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ കാര്യം എന്തായിരുന്നു എന്ന് അന്വേഷിക്കാനും പറയാം. അനുരാഗ് ചേട്ടാ, സാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി? ആയിട്ടില്ല സാറേ. ഉച്ചയ്ക്ക് സർജൻ തന്നെ നേരത്തെ എത്തിക്കാന്ന് പറഞ്ഞു. പ്രോമിനൻ്റ് ആയിട്ട് 4 ഫിംഗർ പ്രിൻസാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 3 മാച്ച് ഉണ്ട്. ലൂക്ക, മാർട്ടി, സലോമി. പക്ഷെ 4ാമത്തെ ഒരു ലേഡിയുടെ. അത് മിക്കവാറും നിഹാരികയുടേതായിരിക്കാനാ ചാൻസ്. നീ ഒന്ന് കൺഫേം ചെയ്തേ. ഓക്കെ സാർ. ചേട്ടാ ഒന്ന് പിടിച്ചേ. അലോഷി, ഈ ഡയറിയാന്ന് തോന്നുന്നു. മാർട്ടി സലോമി ഇറങ്ങാൻ നേരത്ത് വന്ന കൊറിയർ. ആ ചേട്ടാ ഇതൊന്ന് പാക്ക് ചെയ്ത് തരാം. ഇത് ചിലപ്പോൾ പല ഡോട്ട്സും ഫില്ല് ചെയ്യാൻ സഹായിച്ചു. ഞാൻ പറയാം സർ. ഓഫീസിൽ നിന്ന് ഒരു 12 മണിയാകുമ്പോൾ ഓഫീസിലെത്താൻ പറ്റുമെന്ന് ജയറാം സാർ ചോദിച്ചു. നമ്മുടെ പോസ്റ്റ്മോർട്ടം സർജൻ ആ സമയമാകുമ്പോൾ അവിടെ എത്തും. ഇപ്പം സമയം എന്തായി? ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ഇപ്പം തന്നെ എത്താൻ പറ. ശരി. ഹലോ. പിന്നെ അലോഷി, സാർ, നീ ഇന്നലെ പറഞ്ഞില്ലേ ഇയാളുടെ ഒരു ഇവൻറ്റിന് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്ന കാര്യം? ആ എന്താ സംഭവം? അത് ഈ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ആൾദൈവങ്ങളെ കളിയാക്കിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പുള്ളിക്കാരെ അവരെ മുണ്ട് മുതൽ കോണകം വരെ അടിച്ചു മാറ്റി വലിയൊരു ക്യാൻവാസ് ഉണ്ടാക്കി അവരെ പടം തന്നെ വരച്ചു. അതും ആ എക്സിബിഷന്റെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ. പിന്നെ ഒരു വട്ടം വല്ലതും വേണം സാർ. അടിപൊളി. എന്നിട്ട് പിന്നീടൊന്നും സംഭവിച്ചില്ലേ? അവര് വേറെ വല്ല കോണവും മേടിച്ചാണ്. അല്ലാതെ എന്നെ നടക്കാനായി നാട്ടില്. എന്താ ചേട്ടാ? അല്ല, അവര് കുറെ മുദ്രാവാക്യം വിളിച്ചിട്ട് പോയെന്ന് പറയായിരുന്നു സാറേ. ആ തൊപ്പിങ്ങോണ്ട് സാർ. ഡോക്ടർ നേരിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും വിട്ട് റിപ്പോർട്ട് എടുപ്പിച്ചേനെ. ഐ ഗെസ് വി ഹാവ് സംതിങ്. യെസ് സർ, വി ഹാവ് ക്വയറ്റ് സംതിങ്. വിഷമുള്ളിച്ചെന്നാണ് ആൾ മരിച്ചിരിക്കുന്നത്. അതും വായിലൂടെ തന്നെ. ഓഹോ. എന്ത് വിഷമാണെന്നുള്ള കൺക്ലൂഷൻ ഇപ്പോൾ ഇല്ല. പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ലോ പോയ്സൺ. സ്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തു എന്നല്ല. ലൈക്ക് എ സെഡേഷൻ. പതിയെ മയങ്ങി ആ മയക്കത്തടിയിൽ സംഭവിച്ച വളരെ സ്മൂത്തായ, എഫേർട്ട്ലെസ് ആയ, പെയിൻലെസ് ആയ ഒരു ഡെത്ത്. 99%ഉം ഇതൊരു ആത്മഹത്യ തന്നെ എന്നാണ് എൻ്റെ കൺക്ലൂഷൻ. അങ്ങനെ ഉറപ്പിക്കാൻ അത് മാത്രം മതി ഡോക്ടർ? പോരാ. There comes a second finding. ലൂക്ക വാസ് ഇൻ ഹിസ് ലാസ്റ്റ് ഡേയ്സ്. ലൂക്കയുടെ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആളുടെ ബ്രെയിനിൽ ഒരു ഓവർ മെച്യൂർഡ് മാലിഗ്നൻസി ഉണ്ടായിരുന്നു. Are you by any chance suspecting brain cancer? യെസ്. ആ ഗ്രോത്തിൻ്റെ ഒരു വിഷ്വൽ അനാലിസിസിൽ എനിക്ക് തോന്നുന്നത് ആൾക്ക് കുറച്ച് ആഴ്ചകൾ, കൂടിപ്പോയാൽ 1-2 മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. സ്വന്തം മരണം ഭയന്നുള്ള സൂയിസൈഡിന്റെ പോസിബിലിറ്റി. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. മീഡിയയോട് നമുക്ക് ഇത് പറഞ്ഞേക്കാം. എന്തു പറയുന്നു അക്ബർ? അയാളുടെ വീട്ടിലെ വർക്കുകളിലൊക്കെ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഒരു ഫൈറ്റിന് പോലും നിൽക്കാതെ പെട്ടെന്ന് സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്. ടെർമിനലി ഇല്ലായ ഒരു രോഗി ഏറെക്കുറെ വേറൊരു വ്യക്തിയാണ് അക്ബർ. അയാളുടെ പാസ്റ്റിനെ വെച്ച് പ്രസന്റിനെ റീഡ് ചെയ്യുന്നതിൽ യാതൊരു കഥയുമില്ല. ഇഫ് യു ഗൈസ് ഹാവ് നത്തിങ് എൽസ്, ഷാൽ ഐ മൂവ്? യെസ് ഡോക്ടർ. സർ, ഹിയർസ് ദ റിപ്പോർട്ട്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഒരു സെക്കൻഡ്. ലൂക്കയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ പരിക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നത്തിങ് റെലവൻറ്റ്. അയാളുടെ ദേഹത്ത് അധികം ഉണങ്ങാത്ത 1-2 മുറിവുകളുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെയായിട്ട്. അത് ആക്ച്വലി മുറിവുകളൊന്നും അല്ല, ചെറിയ പോറലുകൾ. എന്തായാലും അത് ഇന്നലെ ഉണ്ടായതല്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്താടോ, തന്നെ എന്തൊക്കെയോ ബോധർ ചെയ്യുന്നുണ്ടല്ലോ. ഈ തിയറിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ? ലൂപ്പ് ഹോൾസ് അല്ല സർ. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞത് സംഭവത്തിന്റെ തലേ ദിവസം വൈകുന്നേരം അവരവിടെ നിന്ന് പോരുമ്പോൾ കുറെ നാളുകൾ കൂടി ലൂക്കയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, കുറച്ച് നാളായിട്ട് അവിടെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞിടത്തോളം അവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു 2 ആഴ്ച മുമ്പ് ഓൾ ഓഫ് എ സഡൻ ഈ പെൺകുട്ടി അവിടെ നിന്ന് പോയി എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. സോ ഈ പറഞ്ഞ കക്ഷിയൊന്നും കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു പ്ലീസ് പ്രൊസീഡ്.
തൽക്കാലം ഓട്ടോപ്സി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം ഞാൻ പ്രശ്നോട് പറയാം. അല്ലെങ്കിൽ സ്വൈര്യം തരില്ല. അവരുടെ മൈൻഡും കുറച്ച് വർക്ക് ചെയ്യട്ടെ. അപ്പോൾ താൻ ചെല്ലേ. ഓക്കെ സർ. യാ. ആ മനോജ് പറഞ്ഞ കേസിൽ ലൂക്കയുടെ കൂടെ ഉണ്ടായിരുന്നായിരിക്കില്ലേ സർവൻസ് നമ്മളോട് പറഞ്ഞ പെൺകുട്ടി? ഒരു പക്ഷേ JP നമുക്കൊരു ലീഡ് കിട്ടിയേക്കും. അയാൾ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ പിന്നെ ബോഡി ക്ലെയിം ചെയ്യാൻ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ആരും എത്തിയിട്ടില്ല സാർ. കൂടുതൽ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ കേട്ടറിഞ്ഞിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. നമുക്കതും JP കാണാം. അവൻ ചത്തത് നന്നായി. കൂടെ കൊണ്ട് താമസിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തവനേക്ക് അവൻ ഒറ്റയൊരുത്തം കാരണം എൻ്റെ ഹമോള് ആത്മഹത്യ ചെയ്തത് എനിക്ക് ഉറപ്പുണ്ട്. ലൂക്കയുടെ കൂടെ താമസിച്ചിരുന്ന നിഹാരിയെ കുറിച്ചാണോ? ആ കുട്ടി ആത്മഹത്യ ചെയ്തോ? എപ്പോ? ഒരാഴ്ചയായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായി. എവിടെ വെച്ച്? ബാംഗ്ലൂർ, അവളുടെ വീട്ടിൽ വെച്ചു. എന്നിട്ട് ഈ വിവരം നിങ്ങൾ ലൂക്കയെ അറിയിച്ചിരുന്നോ? എന്തിന്? അവനാരാ? ഓക്കെ. ബൈ ദ വേ മിസ്റ്റർ JP, നിങ്ങൾക്ക് എങ്ങനെ നിഹാരികയെ അറിയാം? മിസ്റ്റർ അക്ബർ, നിഹ എൻ്റെ മരുമകളാണ്. എൻ്റെ ഒരേ ഒരു അനിയത്തിയുടെ മകൾ. ഞാൻ വളർത്തിയ കുട്ടിയാവള്. മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട്. അവളെയാണ് സ്കൗണ്ടർ. വി ആർ യെറ്റ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ ഷോക്ക്. ആ സ്കൗണ്ടറിനെ പറ്റി ഒന്നും പറയാനില്ല. ബട്ട് നിഹ, ഞങ്ങൾ അടുപ്പുള്ളവരൊക്കെ അവളെ വിളിച്ചിരുന്ന അങ്ങനെയാണ്. നിഹാരിക ബാനർജി. ബാനർജി? അതൊരു ബംഗാളി പേരല്ലേ? അതെ. ജയസുധ വിവാഹം കഴിച്ചത് ഒരു ബംഗാളിയാണ്, അശുതോഷ് ബാനർജി. ബംഗാളി റൈറ്ററാണ്. പഠിച്ചിരുന്ന കാലത്തുണ്ടായ പരിചയ. നെഹയുടെ 3ാമത്തെ വയസ്സിൽ ഹി പാസ്ഡ്. ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. പിന്നെ അധികം നാൾ അവർ കൽക്കട്ട നിന്നില്ല. ബാംഗ്ലൂർ ഫിലോമിനാസിൽ ജയസുധയ്ക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അവരോടെങ്കിൽ സെറ്റിൽ ചെയ്തു. നിഹ പഠിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. അമ്മ മാത്രം ഉണ്ടായിരുന്നോണ്ടായിരിക്കും ഒരല്പം സീരിയസ് ആയിരുന്നു അവൾ ചെറുപ്പം മുതൽ. അച്ഛനെ പോലെ എഴുതും വായനയൊക്കെ ആയിട്ട് അവളുടെ ഒരു ലോകത്ത്. സ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ അവൾ അമ്മയുടെ വഴിക്ക് അക്കാഡമിക്സിലായി താല്പര്യം. പിന്നെ മാസ്റ്റേഴ്സ്, PhD. JPയോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനാണോ നിഹാരിക കൊച്ചിയിലേക്ക് എത്തിയത്? അല്ലല്ല, അവൾ വന്നത് PhD ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ടാണ്. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയിരുന്നു അവളുടെ റിസർച്ച്. ഇവിടെ 2 മാസമായിട്ട് ക്യുസാറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലായിരുന്നു. ഇവിടെയായിരുന്നു താമസം. അതിനിടയ്ക്കാണ് അവനെ കാണുന്നതും ഒരു ദിവസം അവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത്. പോയതിനു ശേഷം നിങ്ങൾ അമ്മയെ കണ്ടിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ അവൻ്റെ ഒപ്പം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അടുത്ത് കിട്ടിയ ദിവസം അവളെ തിരിച്ചു വിളിക്കാൻ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ കൂടുതൽ സംസാരിക്കാൻ അവൻ സമ്മതിച്ചില്ല. അവളെ വിളിച്ചിട്ട് പോയി. ഈ സംഭവം നടന്നത് ഡ്രീംസിൽ വെച്ച് നടന്ന ഒരു പാർട്ടിക്കിടയിലല്ലേ? അതെ. അത് നിങ്ങളെങ്ങനെ? ലൂക്ക നിങ്ങളുമായിട്ട് ഒരു പാർട്ടിക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം നിങ്ങൾ ലൂക്കയെ നിഹാരികയോ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ അറിയുന്ന അവൾ ബാംഗ്ലൂർക്ക് തിരിച്ച് പോയിന്നാ. അവൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടായിരിക്കും. പക്ഷെ തിരിച്ചു വന്നത് പഴയ നിഹ ആയിരുന്നില്ല. എപ്പോഴും മുറിക്കകത്തും പൂട്ടിയിരുന്ന് അവസാനം നിഹാരിക സൂയിസൈഡ് ചെയ്ത് എങ്ങനെയാ? വിഷം കഴിച്ചു. രാവിലെ ജയ പുറത്ത് കാണാതെ അകത്ത് കയറി നോക്കിയപ്പോൾ ഡീപ്പ് സ്ലീപ്പ് ലെവൽ അവൾ കിടക്കുകയായിരുന്നു. എല്ലാം കാരണമാണ് സാർ. അവനാ അവളെ കൊന്നത്. റിലാക്സ് JP. ആൻഡ് സോറി ഫോർ യുവർ ലോസ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പക്ഷേ നമ്മളിത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഏതായാലും 2-3 പ്രാവശ്യം കൂടെ നമ്മൾ കാണേണ്ടി വരും. കാരണം ഇതൊന്ന് സോൾവ് ചെയ്യുന്നതിന് ഒരുപക്ഷെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്കായിരിക്കും. ഓക്കെ, സോറി. സോറി. പോവാം.